നമസ്കാരം, ഞാൻ ഡോക്ടർ വിവേക് ശശീന്ദ്രൻ, കൺസൾട്ടൻറ്റ് ENT ഹെഡ് ആൻഡ് നെക്ക് സർജൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തൈറോയിഡക്ടമി, അതിൻ്റെ കോംപ്ലിക്കേഷൻസ്. വളരെ കോമൺ ആയിട്ട് പെർഫോം ചെയ്യുന്നൊരു ഹെഡ് ആൻഡ് നെക്ക് സർജറിയാണ് തൈറോയിഡക്ടമി. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ തൈറോയിഡക്ടമിക്കുള്ള ഇൻഡിക്കേഷൻസ്, എന്തൊക്കെ ടൈപ്സാണ് തൈറോയിഡക്ടമി നമ്മൾ യൂഷ്വലി പെർഫോം ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും നമ്മൾ തൈറോയിഡക്ടമി ചെയ്യണം എന്നൊരു പേഷ്യൻ്റെ അടുത്ത് പറയുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച് വരാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പേഷ്യൻറ്റിനെ കൗൺസിൽ ചെയ്യേണ്ടതാണ്. ഒരു തൈറോയിഡ് സർജറി ചെയ്യുമ്പോൾ അതിനകത്തുള്ള ചാലഞ്ചുകൾ എന്തൊക്കെയാണ്, ഒരു സർജൻ എന്ന നിലയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന ചാലഞ്ച് എന്തായിരിക്കും? നമ്മുടെ തൈറോയിഡ് ഗ്രന്ഥിയുടെ പരിസരത്താണ് നമ്മുടെ സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോക്കൽ കോർഡ്സിലോട്ട് പോകുന്ന ഞരമ്പുള്ളത്. അപ്പോൾ ഇത് രണ്ട് ഞരമ്പുകളാണ്, നമ്മുടെ ഇടത്തും വലത്തും. ഈ പറഞ്ഞ പോലെ തൈറോയിഡ് ഗ്രന്ഥിക്ക് രണ്ട് ലോബുകളുണ്ട്. അപ്പം ഈ രണ്ട് ഞരമ്പുകൾ രണ്ട് സൈഡിൽ നിന്നും നമ്മുടെ വോയിസ് ബോക്സിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ഒരു തൈറോയിഡ് സർജറി ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ നെർവിനെ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിനെയാണ് നമ്മൾ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് എന്ന് അറിയുന്നത്. ഈ നെർവിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രിസർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ സർജറിയുടെ ഒരു ചാലഞ്ച്. അതുപോലെ തന്നെ സുപ്പീരിയർ ലാരിഞ്ചൽ നെർവ്, ഇത് രണ്ടാമത്തെ ഒരു ഞരമ്പാണ്. അപ്പോൾ ഈ നെർവ് ബേസിക്കലി നമ്മുടെ വോക്കൽ കോർഡ്സ് അല്ലെങ്കിൽ സൗണ്ട് ബോക്സിനകത്തോട്ട് സെൻസേഷൻ കൊണ്ടുവരുന്നൊരു ഞരമ്പാണ്. അപ്പോൾ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവാണ് നമ്മുടെ വോക്കൽ കോർഡ്സിൻ്റെ മൂവ്മെൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ സെൻസേഷൻ ഈ പറഞ്ഞ പോലെ SLN എന്ന് പറഞ്ഞ നെർവാണ്. ഈ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവ് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൽ നിന്ന് ഈ മുഴ മൊബിലൈസ് ചെയ്യുക അല്ലെങ്കിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സർജിക്കൽ ചാലഞ്ച്. സർജിക്കൽ പ്രോസസ്സിൻ്റെ ഇടയിൽ ഒരുപക്ഷെ നെർവ് സ്ട്രെച്ച്ഡ് ആകാം. സ്ട്രെച്ച്ഡ് ആയാൽ യൂഷ്വലി താൽക്കാലികമായിട്ടുള്ളൊരു വോയിസ് ചേഞ്ച് വരാം. ആ വോക്കൽ കോർഡിനൊരു വീക്ക്നെസ് ചിലപ്പോൾ അനുഭവപ്പെടാം. പക്ഷേ ഓവർ എ പീരീഡ് ഓഫ് കുറച്ച് ആഴ്ചകൾക്കുള്ളിൽ യൂഷ്വലി അത് റിക്കവർ ആകും. എന്നാൽ വളരെ അപൂർവമായിട്ട് ഈ പറഞ്ഞ പോലെ മെലിഗ്നൻസീസ്, എസ്പെഷ്യലി ക്യാൻസറസ് ലീഷൻസ് ആണെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഈ നെർവിനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഈ നെർവിനെ എൻസർക്കിൾ ചെയ്ത് ഈ മുഴയിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ചിലപ്പം നമുക്ക് ഈ നെർവ് തന്നെ സാക്രിഫൈസ് ചെയ്യേണ്ട വന്നേക്കാം, അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റലായിട്ടുള്ള നെർവിൻ്റെ ഇഞ്ചറി വരാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ പേഷ്യൻറ്റിന് ഒരു പക്ഷേ പെർമനൻ്റ് ആയിട്ടുള്ളൊരു വോയിസ് ചേഞ്ച് വരാം. പെർമനൻ്റ് എന്ന് പറഞ്ഞാലും ഈ പറഞ്ഞ വോയിസ് ഇഷ്യൂസ് നമുക്ക് സബ്സിക്വൻ്റ്ലി സെക്കൻഡ് സ്റ്റേജിൽ അത് ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഇന്നുണ്ട്. അതുപോലെ രണ്ടാമത്തെ നെർവ് SLN എന്ന് പറഞ്ഞൊരു നെർവ്, അതിന് ഇഞ്ചറി വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ പിച്ച്, അതായത് വോയിസ് റേസ് ചെയ്യാൻ ഹൈ പിച്ചിൽ പോകാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് വരാം. അപ്പോൾ അതും ഐഡൻറ്റിഫൈ ചെയ്ത് അത് പ്രിസർവ് ചെയ്യുക എന്നുള്ള ഈ സർജറിയുടെ അകത്തുള്ളൊരു ചലഞ്ചാണ്. മൂന്നാമത്തെ ഇഷ്യൂ, തൈറോയിഡ് ഗ്രന്ഥിയുടെ പരിസരത്താണ് പാരതൈറോയിഡ് എന്ന് പറഞ്ഞ് വേറെ ചെറിയൊരു ഗ്ലാൻഡ് ഉള്ളത്. ഈ ഗ്ലാൻഡാണ് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യത്തിൻ്റെ ഒരു ലെവൽസ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഈ തൈറോയിഡക്ടമിയിൽ ഈ പറഞ്ഞ പോലെ പാരതൈറോയിഡ് അവിടെ പ്രിസർവ് ചെയ്യുക, അതിൻ്റെ ബ്ലഡ് സപ്ലൈ രക്തോട്ടത്തോടു കൂടി അതവിടെ ശരീരത്തിൽ റീറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊരു ചലഞ്ചാണ്. ഇത് ഇൻ കേസ് എന്തെങ്കിലും രീതിയിൽ താൽക്കാലികമായിട്ട് ആ ഗ്ലാൻഡ് കൂടുതൽ മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരികയോ അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് കുറയുകയോ ചെയ്താൽ പേഷ്യൻറ്റിന് സർജറി കഴിഞ്ഞുള്ളൊരു സ്റ്റേജിൽ ഹൈപ്പോകാൽസ്യമി, അതായത് കാൽഷ്യത്തിൻ്റെ അളവ് കുറയുന്നൊരു സാഹചര്യം വരാം. അപ്പോൾ അതിൻ്റേതായ സിംറ്റംസ് വരാം. ഇതിന് പുറമെ വളരെ റെയറായിട്ട് വരാവുന്ന ഒരു കോംപ്ലിക്കേഷനാണ് ബൈലാറ്ററൽ വോക്കൽ കോർഡ് പാൽസി. അതായത് രണ്ട് സൈഡിലെ ഞരമ്പുകൾക്കും ഡാമേജ് വരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാകുന്നത്. അതിനകത്ത് പേഷ്യൻ്റ് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് സ്ട്രൈഡർ എന്ന് പറയും, അതായത് ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. അതായത് ഈ വോക്കൽ കോർഡ്സിൻ്റെ മൂവ്മെൻറ്റ്, അതായത് വോക്കൽ കോർഡ്സിൻ്റെ ചലനം കുറഞ്ഞ് ഈ രണ്ട് വോക്കൽ കോർഡ്സും ചേർന്നിരിക്കും. പേഷ്യൻ്റ് ബ്രീത്ത് ചെയ്യാനുള്ള സ്പേസ് ഇല്ലാതെ വരുന്നൊരു സാഹചര്യമാണ്. ഇത് വളരെ അപൂർവമായിട്ടുള്ളൊരു കോംപ്ലിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസാണ് ജനറലി ഒരു തൈറോയിഡക്ടമിക്ക് ഉള്ളൊരു പേഷ്യൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് ഏതൊരു കോംപ്ലിക്കേഷൻ ആണെന്ന് വെച്ചാലും നമുക്ക് അത് റെക്ടിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ള ഒരു കാലമാണിന്ന്. താങ്ക് യു.